വാർത്തകൾ വിശദമായി. കുട്ടനാടിന്റെ വിവിധ മേഖലകളിലെ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും സർവീസ് നടത്തിയിരുന്ന KSRTC സ്റ്റേ ബസ്സുകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചമ്പക്കുളം പുളിങ്ങുന്ന കാവാലം സ്റ്റാൻഡുകളിൽ നിന്നുള്ള സർവീസുകൾ നിലച്ചതോടെ യാത്രക്കാരായ നിരവധി തൊഴിലാളികൾ ദുരിതത്തിൽ. കൂലിപ്പണിക്കാരായ നിർമ്മാണ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി നിരവധി സാധാരണക്കാർ ആശ്രയിച്ചിരുന്ന ബസ് സർവീസുകളാണ് കഴിഞ്ഞ 3 വർഷത്തോളമായി നിർത്തിവെച്ചിട്ടുള്ളത്. ചമ്പക്കുളം, പുളിങ്ങുന്ന, കാവാലം ഭാഗങ്ങളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോകാൻ പുലർച്ചെയുള്ള സർവീസുകളെ ആശ്രയിച്ചിരുന്നവരും ഇതോടെ ദുരിതത്തിലായി. രാത്രിയിൽ ജോലി കഴിഞ്ഞ് അല്പം വൈകിയാൽ വീട്ടിലെത്തിച്ചേരാൻ പലപ്പോഴും 500 രൂപയിലധികം ഓട്ടോറിക്ഷ കൂലി കൊടുക്കേണ്ടി വരുന്നതായി തൊഴിലാളികൾ പറയുന്നു. ഞാൻ മല്ലപ്പള്ളി രാവിലത്തെ വണ്ടിക്ക് പോയാൽ പോലും തിരിച്ച് ഞാൻ 7:30 ആകുമ്പോൾ ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചിങ്ങോട്ട് പോകാൻ വണ്ടിയില്ല. അപ്പോൾ രാവിലത്തെ ഒരു വണ്ടിക്കൂലിയും ചിലവും കഴിഞ്ഞ് ചങ്ങനാശ്ശേരി വന്നിട്ട് അവിടെ നിന്ന് 500 രൂപ ഓട്ടോ കൂലി കൊടുത്ത് വേണം ഞാൻ വീട്ടിൽ വരാൻ. അങ്ങനെ ഒരു ഏകദേശം 900 രൂപയ്ക്ക് അടുത്ത് ഒരു ദിവസം എനിക്ക് ചിലവാകും. 1100 രൂപ കൂലി കിട്ടുന്ന ഞാൻ 900 രൂപ ചിലവാക്കി ഒരു ദിവസം പണിക്ക് പോയിട്ട് വീട്ടിൽ വരുമ്പം വീട്ടിലെ കാര്യങ്ങളെല്ലാം അവസ്ഥയായി. പഠിക്കുന്ന പിള്ളേരുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. ഒരു 3 വർഷമായിട്ട് എന്ന് പറയുമ്പം പുറത്ത് യാതൊരു വിധ പണിക്കും പോകാൻ മേലാതെ ആകെ അധപ്പതിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. പറയുന്നത് നമുക്ക് പുറത്ത് പറയാൻ പോലും നമുക്ക് നാണക്കേട്. അത്രയ്ക്കും ദയനീയമായ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഓരോ കുടുംബങ്ങളിലുണ്ട്. ഇപ്പം വീട്ടിൽ പെണ്ണുങ്ങളാണെങ്കിലും റബ്ബർ മാറ്റ് കമ്പനിയിലായാലും മറ്റ് വീട്ടിൽ പണിയൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത് എന്നുള്ളതാണ് സത്യം. പക്ഷേ എത്രയൊക്കെയാണെങ്കിലും നമുക്ക് അധികാരികളോട് പറയാനുള്ളത്, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ യാത്രാ സൗകര്യം, പുറത്ത് ജോലി ചെയ്യാനുള്ള യാത്രാ സൗകര്യം മാത്രം നിങ്ങൾ ചെയ്തു തരിക. ഇപ്പോൾ രാവിലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. 10 മണി കഴിഞ്ഞാൽ പോലും കോട്ടയത്തേക്ക് പിന്നെ ബസ്സില്ലാത്തൊരവസ്ഥയുണ്ട്. നമുക്ക് കൈനടി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 80 രൂപ ഓട്ടോ കൂലി കൊടുത്ത് കൈനടിയിൽ ഇറങ്ങി അവിടുന്ന് നമ്മൾ ഓട്ടോയ്ക്ക് വേണം, അല്ലെങ്കിൽ ബസ്സിൽ വേണം കോട്ടയത്തിന് പോകണം. ഈ ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ആ സ്റ്റേ ബസ് എങ്ങനെയെങ്കിലും അനുവദിച്ച് കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യാം. നമുക്ക് പുറത്ത് പണിക്ക് പോയി ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം അവിടെയുണ്ട്. രാത്രിയിൽ കാവാലത്ത് തങ്ങി പുലർച്ചെ 5-ന് പുറപ്പെട്ടിരുന്ന KSRTC ബസ് പുളിങ്ങുന്ന, കാവാലം, നീലമ്പേരൂർ പഞ്ചായത്തുകളിലെ 100 കണക്കിന് യാത്രക്കാർക്ക് അനുഗ്രഹമായിരുന്നു. രാത്രി 7:30-ന് ശേഷം ഓട്ടം നിർത്തിയിരുന്ന പ്രൈവറ്റ് ബസ്സിനെതിരെ സമരം ചെയ്ത് നേടിയെടുത്തതാണ് KSRTC ബസ്സെന്നും, എന്നാൽ ഇവയും രാത്രി സർവീസ് നടത്താത്തതിനാൽ തങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നും കാവാലം സ്വദേശികൾ പറയുന്നു. അതേസമയം ജീവനക്കാർക്ക് താമസ സൗകര്യം ലഭ്യമല്ലാത്തതാണ് സ്റ്റേ ബസ്സുകൾ നിർത്തിവെക്കാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. പഞ്ചായത്തുകൾ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് SUCI കമ്മ്യൂണിസ്റ്റ് ഭാരവാഹികളായ PR സതീശൻ, ബിജു സേവ്യർ എന്നിവർ ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ചും രാവിലെ വെളുപ്പിനെ ഇവിടുന്ന് ഉണ്ടായിരുന്ന ബസ്സുകൾ സമ്പൂർണ്ണമായി നിലച്ചിട്ട് ഏതാണ്ട് 3-4 വർഷങ്ങളാകുകയാണ്. അപ്പോൾ ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സാഹചര്യം മാറിയിട്ടും ഇന്ന് വരെ അതിനുള്ള ഒരു സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചമ്പക്കുളത്തു നിന്നും അതുപോലെ തന്നെ പുളിങ്ങുന്നു നിന്നും കാവാലത്തു നിന്നും ഉണ്ടായിരുന്ന സ്റ്റേ ബസ്സുകൾ ആരംഭിച്ചുകൊണ്ട് വെളുപ്പിനെയുള്ള സർവീസ് പുനരാരംഭിക്കേണ്ട വലിയൊരു അടിയന്തര ആവശ്യകതയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അടുത്ത സാമ്പത്തിക ദാരിദ്ര്യത്തിൽ കഴിഞ്ഞുകൂടുന്ന ഒരു മേഖലയാണ് ഇവിടുന്ന് മാറി പണിക്ക് പോകുന്ന ആൾക്കാർക്ക് ഇപ്പം വലിയ തുക അവർ പണിയുന്നതിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം പണവും ഓട്ടോറിക്ഷ കൂലിയായിട്ട് കൊടുത്തുകൊണ്ട് പണിക്ക് പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. സ്റ്റേ ബസ്സുകൾ തുടങ്ങാൻ നമ്മുടെ KSRTC ഒരുക്കമാണെങ്കിലും ഇവിടെ പഞ്ചായത്തിൽ ഇതുപോലെ സ്റ്റാൻഡുകളിൽ ഉണ്ടായിരുന്ന സ്റ്റേ സൗകര്യം അതിനുള്ള പ്രതിസന്ധിയാണ് പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നേരത്തെ പോലെ തന്നെ സ്റ്റേ സൗകര്യം തരപ്പെടുത്തി കൊടുത്തുകൊണ്ട് അടിയന്തരമായിട്ടും ഈ ബസ് സർവീസ് പുനരാരംഭിക്കാനുള്ള നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോവിഡ് കാലത്തിന് ശേഷം കുട്ടനാട്ടിലേക്കുള്ള KSRTC സർവീസുകൾ കാര്യക്ഷമമല്ലെന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നതിൽ അധികവും സാധാരണക്കാരായ തൊഴിലാളികളാണെന്നതിനാൽ അടിയന്തരമായി ഇത്തരം വിഷയങ്ങളിൽ അധികാരികളുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ഷോറൂമിന്റെ ആഭിമുഖ്യത്തിൽ നിർധനർക്കുള്ള ഭവന നിർമ്മാണ ധനസഹായ വിതരണം നടത്തി. സലാം MLA ഉദ്ഘാടനം ചെയ്തു. 16 കുടുംബങ്ങൾക്ക് 40,000 രൂപ വീതമുള്ള സഹായധനമാണ് വിതരണം ചെയ്തത്. ഇപ്പോൾ നമ്മുടെ ഒരു ജില്ലയും നമ്മുടെ പ്രദേശവും എല്ലാം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശമാണ്. വലിയ സമ്പന്നന്മാർ അങ്ങനെയൊന്നുമില്ല, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മത്സ്യത്തൊഴിലാളികളും, കർഷക തൊഴിലാളികളും, സാധാരണ കൂലിപ്പണിക്കാരും, കയർത്തൊഴിലാളികളും, ഓട്ടോറിക്ഷ ഓടിക്കുന്നവരും, ചെറിയ കച്ചവടം ചെയ്യുന്നവരും, അങ്ങനെയെല്ലാം സാമ്പത്തികമായി വളരെ വളരെ ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുള്ള നാടാണ് ഈ നാട്. അതുകൊണ്ട് മലബാർ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഞങ്ങളുടെ മറ്റു ചില സെന്റേഴ്സിനേക്കാളും കൂടുതലായി ഒരു സഹായം നൽകേണ്ടി വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ആലപ്പുഴ.
ഇപ്പോൾ തന്നെ നന്നായി പരിഗണിക്കുന്നുണ്ട്. നിശ്ചയമായും തുറന്നുള്ള ഘട്ടത്തിലും കൂടുതലായൊരു പരിഗണന നമ്മുടെ പ്രദേശങ്ങൾക്കായി നൽകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് സ്വന്തമായി ഒരു പിടി മണ്ണോ അടച്ചുറപ്പുള്ള വീടോ ഉള്ളവർക്കുണ്ടാകുന്ന സുരക്ഷിതത്വ ബോധം പ്രധാനമാണെന്നും അത്തരത്തിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനം മഹനീയമാണെന്നും എച്ച് സലാം MLA അഭിപ്രായപ്പെട്ടു. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം P. അഞ്ജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം R. ജയരാജ്, പഞ്ചായത്ത് അംഗം ജയലളിത, ഫോക്കസ് ചെയർമാൻ C. രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് PRO ഗണേഷ് കുമാർ R. പിള്ള എന്നിവർ സംസാരിച്ചു. ക്രിസ്മസ് ആഘോഷിച്ച് നാടും നഗരവും. പള്ളികളിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനകളിലും പാതിര കുർബാനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. ലോകം ക്രിസ്മസ് ആഘോഷത്തിന്റെ ലഹരിയിലാണ്. പുൽക്കൂടുകളൊരുക്കിയും നക്ഷത്രങ്ങളും അലങ്കാര ബൾബുകളും കൊണ്ട് ഭവനങ്ങളെ മനോഹരമാക്കിയും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നാട് ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറെടുത്തിരുന്നു. തിരുപ്പിറവിയുടെ സന്തോഷരാവിൽ ഏവരും ഒത്തുചേർന്നായിരുന്നു ആഘോഷങ്ങൾ. പ്രാർത്ഥനകളിലും പാതിര കുർബാനയിലും പങ്കെടുക്കാൻ വിശ്വാസികൾ ദൈവാലയങ്ങളിലേക്ക് ഒഴുകിയെത്തി. അർദ്ധരാത്രിയോടെയാണ് പള്ളികളിൽ തിരുപ്പിറവി കുർബാന ആരംഭിച്ചത്. ലോകമെങ്ങും ഉണ്ണിയേശുവിൻ്റെ പിറവി ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ യുദ്ധങ്ങളില്ലാത്ത സമാധാനം മാത്രമുള്ള ലോകത്തേക്ക് ചുവടുവയ്ക്കാം. മാന്യപ്രേക്ഷകർക്ക് KCV ന്യൂസിൻ്റെ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്തുദേവന്റെ തിരുപ്പിറവി ദിനത്തിൽ തലവടിയിലെ വിവിധ പ്രദേശങ്ങളിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ബഥേൽ മാർത്തോമ ചാപ്പലിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ക്രിസ്മസ് കരോൾ ശ്രദ്ധേയമായി. ത്യാഗത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായി പുൽക്കുടിലിൽ ഉണ്ണിയേശു പിറന്ന ദിനം ആഘോഷിക്കുകയാണ് ലോകം. ക്രിസ്തുദേവന്റെ തിരുപ്പിറവി അറിയിച്ചുകൊണ്ട് തലവടി ബഥേൽ മാർത്തോമ ചാപ്പലിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ക്രിസ്മസ് കരോൾ വേറിട്ട അനുഭവമായി മാറി. തലവടി 55 നമ്പർ അങ്കണവാടിയിലും ക്രിസ്മസ് ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരദ് ക്രിസ്മസ് സന്ദേശം നൽകി. അങ്കണവാടി അധ്യാപിക P. ശ്രീദേവി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾ അവതരിപ്പിച്ച കരോൾ ഗാനം ശ്രദ്ധേയമായി. മാന്നാർ മീഡിയ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷവും കേക്ക് വിതരണവും നടന്നു. മീഡിയ സെന്റർ എക്സിക്യൂട്ടീവ് അംഗവും മുൻ പ്രസിഡന്റുമായ ഡൊമിനിക് ജോസഫ് ക്രിസ്മസ് സന്ദേശം നൽകി. എല്ലാം കഴിഞ്ഞ് പ്രത്യേകിച്ച് വിദ്വേഷം, അതുപോലെയുള്ള വെറുപ്പ്, മറ്റ് പിണക്കങ്ങൾ ഇതെല്ലാം മാറ്റി നല്ലൊരു സ്നേഹത്തിന്റെ സന്ദേശം നൽകുന്ന ദിനമാണ് ക്രിസ്മസ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്ന ഏറ്റവും വലിയ മഹത് വചനം. എനിക്ക് തോന്നുന്നത് അത്തരം ഒരു വചനങ്ങൾ പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിനെ ചുവടി പിടിച്ചാണ് പല വചനങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, മഹാത്മാഗാന്ധി അഹിംസാ സിദ്ധാന്തം എന്നൊരു വലിയ സംവിധാനം ഉണ്ടാക്കി. സ്ഥിതി സമത്വത്തിന്റെ കാർൽ മാർക്സിന്റെ സിദ്ധാന്തമുണ്ട്. ബുദ്ധനും ഒക്കെ, ശ്രീബുദ്ധനും ഒക്കെ വിവിധ തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറത്തേക്കുള്ളൊരു സിദ്ധാന്തമാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള ആശയം. കാരണം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത് അവനെ തന്നെ. അതിനപ്പുറത്തേക്ക് ഉയർത്തുന്നത് നമ്മൾ വിചാരിക്കും എൻ്റെ അച്ഛനെയാണ്, അമ്മയാണ്, ഭാര്യയാണ്, മക്കളെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അത് തെറ്റാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനവനെ തന്നെയാണ്. അപ്പോൾ അവനെ പോലെ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ മറ്റൊരു പ്രശ്നവും ഈ രാജ്യത്ത്. മീഡിയ സെന്റർ പ്രസിഡന്റ് സാജു ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അൻഷാദ് മാന്നാർ,
ട്രഷറർ ബഷീർ പാലക്കീഴിൽ, ജോയിന്റ് സെക്രട്ടറി രാജീവ് പരമേശ്വരൻ, വൈസ് പ്രസിഡന്റ് ഇക്ബാൽ അർച്ചന, മീഡിയ സെന്റർ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്രിസ്മസ് കേക്കുകളും വിതരണം ചെയ്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യം വെച്ച് നടത്തിയ മത്സ്യകൃഷിയിൽ 100 മേനി വിളവ്. ചമ്പക്കുളം പഞ്ചായത്ത് 1-ാം വാർഡിലെ കാഞ്ഞൂപ്പറമ്പിൽ പോളച്ചന്റെ 1.5 ഏക്കർ മീൻകുളത്തിലെ വിളവെടുപ്പിന്റെ കൗതുക കാഴ്ചകളിലേക്ക്. നല്ല പെടപെടയ്ക്കണ വാളയും വരാലും തിലോപ്പിയയും വലിച്ചെടുപ്പിച്ച വലയ്ക്കുള്ളിൽ അവരങ്ങനെ തുള്ളിക്കളിക്കുമ്പോൾ കരയിൽ അക്ഷമരായി കാത്തുനിൽക്കുകയാണ് ഇവരെല്ലാം. ശുദ്ധജല മത്സ്യങ്ങളുടെ ചാകര കാണാനും വിഷം തൊടാത്ത മീൻ വാങ്ങാനും എത്തിയവർക്കൊപ്പം കൗതുകമായി ഇതാ ഇവനുമുണ്ട്. ചമ്പക്കുളം 1-ാം വാർഡിലെ കാഞ്ഞൂപ്പറമ്പിൽ പോളച്ചന്റെ മീൻകുളത്തിലെ വിളവെടുപ്പ് കാഴ്ചകളാണിതൊക്കെ. നെൽകർഷകനും റിസോർട്ട് ഉടമയുമായ നെടുമുടി കാഞ്ഞൂപ്പറമ്പിൽ പോളച്ചൻ കോവിഡ് കാലത്തിന് ശേഷമാണ് മത്സ്യകൃഷിയിലേക്ക് തിരിയുന്നത്. 1.5 ഏക്കർ പാടത്തെ മത്സ്യകൃഷിക്ക് ഇന്നോളം സർക്കാർ സഹായങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ല. എന്നിട്ടും ഓരോ തവണയും ഈ കർഷകൻ നേടുന്നത് 100 മേനി വിളവ്. ഏകദേശം ഇപ്പോൾ ഇത് 2ാമത്തെ പൂർണ്ണ വിളവെടുപ്പാണ്. ആദ്യത്തെ പ്രാവശ്യം 24 ടൺ മീനുണ്ടായിരുന്നു. ഇപ്പോൾ 2ാമത്തെയാണ്. ഇപ്പോൾ 3ാമത്തെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ നഴ്സറി വളർന്നു വരുന്നു. പിന്നെ ആദ്യകാലങ്ങളിൽ പെല്ലറ്റ് തീറ്റകൾ കൊടുക്കുകയും പിന്നെ പിന്നീട് വളർന്നു വന്നതനുസരിച്ച് മറ്റുള്ള തീറ്റകൾ കൊടുത്തുമാണ് ഇത് വളർത്തിയത്. ഇത് നല്ലൊരു പരിപാടിയാണ്. നല്ല ശ്രദ്ധിച്ച് നടത്തിയാൽ ഇത് പ്രയോജനകരമാണ്. അടുത്ത കുഞ്ഞുങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം 1 ലക്ഷം കുഞ്ഞുങ്ങളെ ഇട്ടതാണ്. അതിനകത്ത് നഴ്സറിയിൽ നിന്ന് മാറ്റിയപ്പോൾ ഏകദേശം 50,000 എണ്ണം ഉണ്ടായിരുന്നു. ഈ തവണ 90,000 കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. അത് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. 3 മാസം കഴിഞ്ഞാൽ നഴ്സറി പോകേണ്ടിന്ന് ഇതിനകത്തോട്ട് മാറ്റത്തുള്ളൂ. 1 കൊല്ലത്തെ വളർച്ചയുണ്ട്. അതിനകത്ത് വളരാത്തതിനെ കുറച്ച് നാളും കൂടെ പിന്നീട് വളർത്തും. 2 കിലോ മുതൽ 6 കിലോ വരെ തൂക്കം വരുന്ന വാളയാണ് ഇത്തവണ വിളവെടുത്തതിലധികവും. നാട്ടുകാർക്ക് അത്ര പ്രിയമല്ലെങ്കിലും ഹോട്ടലുകളിലും മറ്റും താരമാണിവൻ. കേരളത്തിനകത്തും പുറത്തുമുള്ള നഗരങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് പതിവ്. വരാലും തിലോപ്പിയയുമാണ് പ്രദേശവാസികൾ വാങ്ങുന്നതിലേറെയും. കിലോയ്ക്ക് 100 രൂപ പ്രകാരമാണ് വിൽപ്പന. 1 കിലോയോളം വരുന്ന തിലോപ്പിയയ്ക്ക് രുചിയേറും. പ്രത്യേകം തയ്യാറാക്കിയ കുളത്തിലാണ് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നത്. വളർച്ചയെത്തി തുടങ്ങിയാൽ വലിയ കുളത്തിലേക്ക് മാറ്റും. വർഷത്തിൽ 4 തവണയാണ് വിളവെടുപ്പ്. നല്ല രീതിയിൽ തീറ്റ കൊടുത്താൽ ഓരോ തവണയും 5000 കിലോ വരെ വിളവ് ലഭിക്കുമെന്ന് പോളച്ചൻ പറയുന്നു. ഇത്തവണത്തെ വിളവെടുപ്പ് ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യം വെച്ചായപ്പോൾ ഡിമാൻഡ് ഏറി. നഷ്ടക്കണക്കുകൾ മാത്രം പറയുന്ന കർഷകരുള്ള നാട്ടിൽ മത്സ്യകൃഷിയിൽ തുടർച്ചയായി വിജയഗാഥ രചിക്കുകയാണ് പോളച്ചൻ എന്ന കർഷകൻ. ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾ ക്രിസ്മസ് പുതുവത്സരം ആഘോഷിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ ക്രിസ്മസ് കേക്ക് മുറിച്ച് കുട്ടികൾക്ക് വിതരണം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതി ട്രഷറർ KP പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഓഫീസർ L ഷീബ, അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ സന്തോഷ് മാത്യു, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ TV മിനിമോൾ, ജില്ലാ സെക്രട്ടറി KD ഉദയപ്പൻ, ജോയിന്റ് സെക്രട്ടറി K നാസർ, വൈസ് പ്രസിഡന്റ് C ശ്രീലേഖ, കൗൺസിൽ അംഗം TA നവാസ്, ഹോം സോഷ്യൽ വർക്കർ പ്രീമ സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ക്ഷേത്രാങ്കണത്തിലെ ക്രിസ്മസ് ആഘോഷം വേറിട്ട അനുഭവമായി മാറി. തലവടി സൗഹൃദ വേദിയുടെ നേതൃത്വത്തിലാണ് തിരുവനയൂർക്കാവ് ദേവീക്ഷേത്രത്തിലേക്ക് ക്രിസ്മസ് സന്ദേശവുമായി എത്തിയത്. ക്ഷേത്രം മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ നീലകണ്ഠരര് ആനന്ദ് പട്ടമന, ക്ഷേത്രസമിതി സെക്രട്ടറി അജികുമാർ കലവറശ്ശേരിൽ എന്നിവർ ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു. ക്രിസ്മസ് പാപ്പായോടൊപ്പം ഡോക്ടർ ജോൺസൺ V ഇടിക്കുള, PD സുരേഷ്, രജീഷ് കുമാർ, സാം മാത്യു, ഹരികുമാർ, PR സന്തോഷ് കുമാർ, S ശരത് എന്നിവരുമുണ്ടായിരുന്നു. തുടർന്ന് ക്ഷേത്രം തന്ത്രി കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷിച്ചു. ഗിരിജ അന്തർജനം, ഭരദ്വാജ് ആനന്ദ്, അശ്വതി അജികുമാർ എന്നിവർ ചേർന്ന് പായസവും വിളമ്പി. ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ നീലകണ്ഠരര് ആനന്ദ് പട്ടമനയ്ക്ക് ക്രിസ്മസ് സമ്മാനമായി ഡോക്ടർ ജോൺസൺ V ഇടിക്കുള വിശുദ്ധ വേദപുസ്തകം സമ്മാനിച്ചു. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷത്തിനുള്ള എല്ലാ നന്മകളും ആശംസകളും ഭാവിയിൽ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള ക്രിസ്മസ് ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു.
1841 സ്ഥാപിതമായ തലവടി കുന്തിരിക്കൽ CMS ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഈ മാസം 28-ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. പൂർവ്വ വിദ്യാർത്ഥിയും CSI സഭ മുൻ മോഡറേറ്ററുമായ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ലോക്കൽ മാനേജർ റവറൻ മാത്യു ജിലോ നൈനാൻ അധ്യക്ഷത വഹിക്കും. എടത്വ CI കെ ആനന്ദബാബു സന്ദേശം നൽകും. വിവിധ ഉപസമിതികളുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ ആയിരക്കണക്കിന് വ്യക്തികൾക്ക് അക്ഷര വെളിച്ചം പകർന്ന ഈ സ്ഥാപനം 182 വർഷത്തെ പെരുമയും പ്രശസ്തിയുമായി നിലകൊള്ളുകയാണ്. തലവടി കുന്തിരിക്കൽ സെന്റ് തോമസ് CSI പള്ളിയോട് ചേർന്ന് ആരംഭിച്ച ഈ പള്ളിക്കൂടം 1983 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടത്. ചടങ്ങിനോടനുബന്ധിച്ച് ഗുരുശ്രേഷ്ഠൻ തലവടി പുളിമൂട്ടിൽ PC ജോർജിന് ഗുരുവന്ദനം നടത്തും. ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിരുവാഭരണ ഘോഷയാത്ര ഈ മാസം 27-ന് നടക്കും. രാവിലെ 8:30-ന് കലശാഭിഷേകത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് കാവുംഭാഗം തിരുവേറാങ്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൊട്ടും കുരവയും വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടെ ദേവിക്ക് ചാർത്തുന്നതിനായി തങ്ക തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. രാത്രി 9-ന് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് ദേവിക്ക് തിരുവാഭരണം ചാർത്തി അഷ്ടൈശ്വര്യ ദീപാരാധന നടക്കും. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് കാവുംഭാഗം, മണിപ്പുഴ, പൊടിയാടി, വൈക്കത്തില്ലം, നെടുമ്പ്രം, നീരേറ്റുപുറം ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകും. കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകും. സമാപന ദിവസമായ 28-ന് കാവടി കരകാട്ടവും ചക്കരക്കുളത്തിൽ ആറാട്ടും തൃക്കൊടിയിറക്കവും തുടർന്ന് മഞ്ഞനീരാട്ടും നടക്കും. 12 നോയമ്പ് മഹോത്സവത്തിന് മീഡിയ കൺവീനർ അജിത് പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് രാജീവ് MP, സെക്രട്ടറി PK സ്വാമിനാഥൻ എന്നിവർ നേതൃത്വം നൽകും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5795 രൂപ, പവന് 46,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.